ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അവസ്ഥയിലാണ് രാജ്യം എന്ന രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പരാമർശം അദ്ദേഹത്തെ തന്നെ വേട്ടയാടുകയാണ്. ഇന്നിപ്പോൾ ചക്രവ്യൂഹം പരാമർശത്തിൻ്റെ പേരിൽ, പ്രസംഗത്തിൻ്റെ പേരിൽ ഇ.ഡി. വരുന്നു, താൻ ഉൾപ്പെടെയുള്ളവരെ വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. വയനാട് 330 പേരുടെ മരണത്തിനും അത്രയും ആളുകളെ കാണാതാവുകയും ചെയ്ത ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി മാത്രമല്ല, കേരള ഗവർണർ ആരിഫ് ഖാനും ഗവർണർമാരുടെ യോഗത്തിൽ അത്തരമൊരാവശ്യം ഉന്നയിച്ചു. ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ളതുപോലെ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം, ഭരണപരമായ ബാധ്യത കേന്ദ്ര സർക്കാരിനുമുണ്ട്. എന്തുകൊണ്ടാണ് വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സഹായമെത്തിക്കാൻ, യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ മോദി സർക്കാർ ഒരുങ്ങാത്തത്? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഒക്കെ ഉള്ള ശത്രുത മോദി സർക്കാരിന് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം, ബഡ്ജറ്റ് വിശകലനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ജനത അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇവിടത്തെ ചക്രവ്യൂഹം എന്ന് പറയുന്നത് BJPയുടെ ചിഹ്നമായ താമര, മോദിയുടെ കുപ്പായത്തിൽ തുന്നിച്ചേർത്തിരിക്കുന്ന താമര, ആ താമരയുടെ ഇതളുകളിൽ ചക്രവ്യൂഹത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് പത്മവ്യൂഹം എന്നതിനെ വിശേഷിപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദാനി, അംബാനി തുടങ്ങിയ ആളുകളുടെ കൈകളിലാണ്, അവർ ഒരുക്കിയിരിക്കുന്ന ചക്രവ്യൂഹത്തിലാണ് ജനങ്ങൾ, നമ്മുടെ രാജ്യം. അത് വെളിവാക്കിക്കൊണ്ടായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ പേരിൽ തന്നെയും ഇന്ത്യ മുന്നണിയെയും നേതാക്കളെയും വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു, അതിൻ്റെ പേരിൽ വീണ്ടും ഇ.ഡി. വരുന്നു എന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞ രാത്രിയിൽ വയനാട്ടിൽ താമസിച്ച ശേഷം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ മോദി സർക്കാരിന് വയനാടിനോടുള്ള ഒരു അകൽച്ച കൂടുകയാണോ? കാരണം 2 വട്ടം രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുകയും രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലേക്ക് അയക്കുകയും വലിയ ഭൂരിപക്ഷം നൽകുകയും ചെയ്ത വയനാട്ടെ ജനതയോട് ഒരകൽച്ച BJP സർക്കാർ പുലർത്തുന്നു, സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എവിടെ ദുരന്തം ഉണ്ടായാലും ഓടിയെത്തുന്ന കേന്ദ്രമന്ത്രിമാർ, കാരണം കേന്ദ്ര ആരോഗ്യമന്ത്രിയായാലും അതുപോലെ ആഭ്യന്തരമന്ത്രിയായാലും എന്തിന് പ്രധാനമന്ത്രിയായാലും വരത്തക്ക വിധത്തിൽ ലോകത്തെ പോലും ഞെട്ടിച്ച
ബൈഡൻ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൻ്റെ ദുരന്തത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദുരന്തത്തെ ആ അർത്ഥത്തിൽ നോക്കിക്കാണാനും ജീവൻ നഷ്ടപ്പെട്ടു പോയ ജനങ്ങളെയും കാണാതായിപ്പോയവരെയും എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി കഴിയുന്ന മനുഷ്യരെയും ആശ്വസിപ്പിക്കാനും ഉള്ള ബാധ്യത തീർച്ചയായും കേന്ദ്ര സർക്കാരിനുണ്ട്. നേരത്തെ തന്നെ വയനാട്ടിൽ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ കാലവർഷം അപകടം വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്നും അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. വളരെ ശക്തമായ ഭാഷയിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറയുകയും അത് ചില ആളുകൾ കുറ്റപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് എന്ന മട്ടിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. എന്തായാലും ഇത്രയും വലിയ ഒരു ദുരന്തം, ഒരു ദേശീയ ദുരന്തമുണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്, കാരണക്കാർ ആരാണ് എന്ന് പരസ്പരം പഴിചാരുന്നതിന് പകരം നഷ്ടപ്പെട്ടു പോയ ജനജീവിതം, ആവാസവ്യവസ്ഥ തിരിച്ചു പിടിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും എടുക്കേണ്ടത്.